പ്രതിഭേ വേണ്ട, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട. അവക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് അവള് പറയും. നീ ആരോട് അവക്ക് വേണ്ടി വാദിക്കാൻ? അന്തസ്സുള്ള ആണാണെങ്കിൽ അച്ഛ വീട്ടിൽ അട്ടിപ്പേര് കിടക്കാതെ ഭാര്യയും കുട്ടിയും വിളിച്ചോണ്ട് പോയി സ്വന്തം നിലയിൽ ജീവിക്കണം. ശ്യാം, വാ. നീ ഒരെണ്ണം ഒഴിക്ക്. എന്തിനാ ഒഴിക്കടാ. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയാ എന്തും സംഭവിക്കും. അത് വേണ്ട, രണ്ടെണ്ണം അടിച്ച് ഇവിടെ അങ്ങ് കിടക്കാം. ഒന്നുകൂടെ ഒഴിക്ക്. നീ ഒഴിക്ക്. എന്നിട്ട് ബാക്കി നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ മുഴുവൻ പറയൂ. എല്ലാം കേട്ട് എന്റെ തല പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കട്ടെ. എനിക്കിവിടെ കേറി വരാൻ കോളിംഗ് ബെല്ല് അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് അറിയാം. എന്നാലും എന്തിനൊരു മര്യാദയില്ലേ? വല്ലാത്ത ചൂട്. വാ. സച്ചി സാർ ഇവിടെ ഇല്ലേ സൗത്രി? ഇല്ല. ഓ, രഘുവിന്റെ ഗാർമെന്റ്സ് ഉദ്ഘാടനത്തിന് പോയി കാണുമല്ലേ? ആ, കുറച്ചുനാൾ ഇവിടുത്തെ കമ്പനിയിൽ ജോലി ചെയ്തവനാണല്ലോ അവൻ. സച്ചിയേട്ടനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചൊന്നുമില്ല. സ്ഥാപനം തുടങ്ങുന്ന കാര്യം അറിയിച്ചത് മാത്രമേ ഉള്ളൂ. ആണോ? ആ ഇന്ദ്രനും ഇവരെ അറിയിക്കുക മാത്രമേ ചെയ്തത്. ആ, അല്ലെങ്കിലും രഘുവിന്റെ ആയുസില്ലാത്ത തുണിക്കട ഉദ്ഘാടനത്തിന് ആര് പോവാനാ? ആയുസില്ലാത്ത തുണിക്കടയോ? അല്ലാതെ പിന്നെ പണ്ട് ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിയിട്ട് കത്തിപ്പോയില്ലേ? ആ, ഇതും കുറച്ചു കഴിയുമ്പോ ആരെങ്കിലും കത്തിക്കോ അവൻ തന്നെ കത്തിക്കോ ചെയ്യും. അങ്ങനെയൊന്നും പറയല്ലേ സുശീലേച്ചി. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. രക്ഷപ്പെട്ടത്. അമ്മേ. ആഹാ, മോളിവിടെ ഉണ്ടായിരുന്നോ? അല്ല, മോൾ ഇന്ന് കമ്പനിയിലേക്കൊന്നും പോയില്ലേ? പോവാൻ ഇറങ്ങിയതാ ആന്റി. ആണോ? ഇപ്പോഴോ? ആ, സത്യം വിളിച്ചോണ്ട് പോകാൻ വരാത്തതുകൊണ്ടാവും പോകാൻ ഒരു മൂടില്ലാത്തതല്ലേ? ഹാ, എന്ത് ചെയ്യാനാ മോളെ? അവന്റെ ഭാര്യ അവനെ കയറില്ലാതെ കെട്ടിയേക്കുക. അല്ല, ഒരു കണക്കിനത് നന്നായി. വെറുതെ എന്തിനാ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നേ? ആളുകൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ ആന്റി. ആന്റിയും ആന്റിയുടെ മരുമോളും ഞങ്ങളെപ്പറ്റി മോശമായി പറയുന്നതാ വിഷമം. ഒരു ദിവസം പ്രതിഭയെ കാണാൻ വരുന്നുണ്ട് ഞാൻ. എന്നിട്ട് അവളുടെ സംശയം ഞാൻ നേരിട്ട് മാറ്റിക്കൊടുത്തോളാം. എന്തിനാ മോളെ ഈ ചീള് കേസിനൊക്കെ നീ അവളെ പോയി കാണുന്നേ? അതിനെ അതിന് വഴിക്ക് വിട്ടേക്ക്. ഇന്ദുമോളുടെ വില എന്താണെന്ന് പ്രതിഭ പിന്നീട് അറിഞ്ഞോളൂ. ആന്റി, പിന്നെ ഇന്ദു, ആ ഡ്രൈവർ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. വേഗം പോകുന്നെങ്കിൽ പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ അവനെ പറഞ്ഞു വിട്. ഞാൻ പോവാ അമ്മേ. ആന്റി, ഞാൻ പോട്ടെ. ആ, എന്തായാലും ഞാനൊരു ദിവസം അങ്ങോട്ട് വരുന്ന പ്രതിഭയോടൊന്ന് പറഞ്ഞേക്ക്. ഓ, പറഞ്ഞേക്കാം. ആ, അത് ഞാൻ പറഞ്ഞേക്കാം. സത്യം പറഞ്ഞ നീ അങ്ങോട്ട് തന്നെ വരണമെന്നായി എന്റെയും ആഗ്രഹം. ഞങ്ങളത് ഉടനെ ഉറപ്പിക്കും, അല്ലേ സൗത്രി? നീ വാ, വേഗം പോവാൻ നോക്ക്. ബൈ അമ്മ.
അപ്പോ ഞാൻ പറഞ്ഞ കാര്യം സച്ചി സാറ് സാവിത്രി ഇന്ദുവിനോട് ഇതുവരെ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ല അല്ലേ? അവളോടൊന്ന് സൂചിപ്പിക്കാൻ പോയിട്ട് ഞങ്ങൾ തമ്മിൽ പോലും പിന്നെ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതെന്താ സാവിത്രി? ഇന്ദ്രൻ അത്രയ്ക്ക് മോശക്കാരനായിട്ടാണോ നിങ്ങൾ കാണുന്നേ? ഇന്ദ്രൻ മോശക്കാരനായിട്ടല്ല ചേച്ചി, അവനെ ഒരു വെല്ലേട്ടന്റെ സ്ഥാനത്തായിട്ടാ ഇന്ദു ഇതുവരെ കണ്ടത്. ചെറുപ്പത്തി അവളെ സൈക്കിളിലിരുത്തി സ്കൂളിൽ കൊണ്ടുപോയതൊക്കെ ചേച്ചി മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല സാവിത്രി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നോണ്ടാ ഇങ്ങനൊരു ആലോചനയുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നത്. സത്യനെ നിങ്ങൾക്ക് ഇന്ദുമോക്ക് വേണ്ടി ആലോചിക്കാമെങ്കിൽ ഇന്ദ്രനെ 100 വട്ടം ആലോചിക്കാം. അവന്റെ കയ്യിൽ ഇന്ദുമോള് സുരക്ഷിതമായിരിക്കും. സ്വർഗതുല്യമായ ജീവിതം അവര് ജീവിക്കും സാവിത്രി. നിന്റെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കാണാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വേണം അച്ഛനെയും മോളെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. ഇല്ല ചേച്ചി, അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇന്ദ്രന് വേണ്ടി പുതിയ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ തന്നെ അവക്ക് ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ഇന്ദു വല്ലാത്തൊരു ദേഷ്യത്തിലാ. പിന്നെ എങ്ങനെ ഞാൻ അവളുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയും? അപ്പോ ഇന്ദുമോള് സമ്മതിക്കുവാണെങ്കിൽ സാവിത്രി മോളെ ഇന്ദ്രന് കൊടുക്കാൻ തയ്യാറാണല്ലോ അല്ലേ? അത് മതി. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അതൊരിക്കലും നടക്കില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ച്. നടക്കും സാവിത്രി. സ്വന്തം മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നും അവക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ താലോലിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരു അമ്മയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ എത്രയും വേഗം സാധിക്കണമെങ്കിൽ ഇത് മാത്രം സാവിത്രി ഒരു വഴിയുള്ളത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് 3-ാം നാള് ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്ന ഇന്ദുവിന് ഉടനെ എങ്ങാനും ഒരു നല്ല ബന്ധം കിട്ടുമെന്ന് സാവിത്രിക്ക് തോന്നുന്നുണ്ടോ? ഇനിയും അങ്ങനെ വല്ലതും നടന്നാ തന്നെ സത്യന്റെ പേരും പറഞ്ഞ് ഭാവിയിൽ അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവും, ഉറപ്പ്. ഇന്ദ്രനാവുമ്പോ ഇന്ദുവിനെ കുറിച്ചും ഈ കുടുംബത്തെ കുറിച്ചും എല്ലാം അറിയാവുന്നവനാ. ഇന്ദ്രനും ഇന്ദുവും അവരുടെ പേരിൽ തന്നെ വല്ലാത്തൊരു ചേർച്ചയില്ലേ സാവിത്രി? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. സച്ചി സാറിനോട് നിന്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള ധൈര്യം നീ കാണിക്കണം സാവിത്രി. ഇന്ദു നിന്റെയും കൂടി മോളല്ലേ? അമ്മമാരാ പെൺമക്കളുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കേണ്ടത്. നീ പറയേണ്ടതുപോലൊരു വാക്കു പറഞ്ഞ സച്ചി സാറ് സമ്മതിക്കുമെന്നാ എന്റെ വിശ്വാസം.